ഹലോ, അസ്സലാമു അലൈക്കും മുത്തുമണികളെ. എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ലേ? ഇത് കാണുന്ന കാഴ്ച എന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. ഞാൻ പറഞ്ഞുതരാം. എന്താണെന്നറിയാം മുത്തുമണികളെ? ഇത് 1.5 വർഷത്തെ എൻ്റെ തലയത്തെ മുടിയാണ്. ഞാൻ എന്താക്കും, തലവാർന്ന് വൃത്തിയാക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കിതാ ഇത്ര പോകുന്നൊരു കെട്ട് ഇങ്ങനെ അങ്ങനെ. അപ്പോൾ 1.5 വർഷമായിട്ട് ഞാൻ സൂക്ഷിച്ചിട്ട് തലവാരുന്ന സമയത്ത് അകത്ത് വന്ന് ഞാൻ തലവാർന്ന് ഈ ഡപ്പിയിലേക്ക് ഞാൻ ആക്കിയേക്കും. 1.5 വർഷം. ഇപ്പോൾ ചെറുതായിട്ട് നമ്മളിതാ ഇത്രക്കായി നന്നായി ചുരുട്ടിയിട്ടാണ് ഞാൻ ഇടുക. ഓക്കെ, വളരെ ചെറുതായി ചുരുട്ടിയിട്ട് ഞാൻ എന്താക്കും, ഇങ്ങനെ ആക്കിയതിന് കെട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ ഡപ്പിയിലേക്ക് ഇത് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ ഒരു ശീലമാണ്. ഇങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പുഴയിലൊക്കെ അവിടെയൊക്കെ പോകുന്ന സമയത്ത് ഒലിപ്പിച്ച് വിടും. അപ്പോൾ ഇപ്പോൾ അതിനേക്കാൾ നല്ല കുഴിച്ചിടണം എന്നാണ് തോന്നിയതുകൊണ്ട് പിന്നെ ഈ ഒരു ശീലം എനിക്കുണ്ട് കേട്ടോ. നിങ്ങൾക്കുണ്ടോയെന്ന് എനിക്കല്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. പക്ഷേ ഇതിങ്ങനെ കൊടുത്താൽ പാത്രം എന്തൊക്കെയോ കിട്ടും. പക്ഷേ ഞാനതൊന്നും കൊടുക്കില്ല. വന്ന് ചോദിക്കാറുണ്ട്, മുടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാനിങ്ങനെ തോൽപ്പെട്ടി കർണാടകൻ്റെയൊക്കെ ബോർഡിൽ, അപ്പോൾ അവിടെ വന്നിട്ട് ഈ ആൾക്കാർ ചോദിക്കും, വണ്ടിയിൽ വന്ന് പാത്രം തരും ഇത് കൊടുത്ത മുടി കൊടുത്താൽ. പക്ഷേ ഞാനത് ചെയ്യില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനത് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഞാൻ കുറേ കാലമായി, ഇപ്പോൾ 5-6 കൊല്ലമായി ഞാൻ ഈ ഒരു സ്വഭാവം എനിക്ക് ആയിട്ട് തുടങ്ങിയിട്ട് ഞാനിങ്ങനെ എന്താ പറയുക, സൂക്ഷിച്ച് വെക്കും. എന്നിട്ട് ഞാനിത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം, എനിക്ക് പോകാൻ പറ്റില്ലല്ലോ, നടക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആരുടെയും കുട്ടികളുടെ കയ്യിൽ കൊടുത്തിട്ട്, എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് കുഴിച്ചിടിക്കും. ഇതാണ് ഇങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇങ്ങനെ ചെയ്യണം എന്നല്ലേ. അപ്പോൾ എൻ്റെ ചെറിയൊരു ഒരു ചിന്താഗതിയാണ്, ഇങ്ങനെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഞാൻ പരമാവധി മുടി കളയലില്ല. തലയൊക്കെ വാർന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആക്കി വെക്കും. ഇതൊരു 2-3 ആയി, ഒരു 6 വർഷമായി ഞാൻ ഈ ഒരു സ്വഭാവത്തിലേക്ക് ഏർപ്പെട്ടിട്ട്. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? എന്തൊക്കെയാണ് ചെയ്യൽ? ഇപ്പോൾ എല്ലാ സമയത്തും ഞാനിങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കും മുടികൾ. എന്നിട്ട് ഒരു വർഷം ഡബ്ബി നിറയെ ആകുമ്പോൾ ഇപ്പോൾ ഈ ഡബ്ബി നിറയെയാണുള്ളത്. ഓക്കെ, കാണിച്ചത് ഫുള്ളത് വാരിയിട്ടിട്ട് ഈ ഡബ്ബി നിറച്ച് ഞാൻ വാരിയിട്ട്, എന്നിട്ട് അതിന് ശേഷം മൂടി വെച്ചിട്ട് നന്നായി അടച്ചിട്ട് സൂക്ഷിച്ച് വെക്കും. ഇങ്ങനെ ഇപ്പോൾ ഇനി ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ വൃത്തിയായി കഴുകി കുഴിച്ചിടണം എന്നാണ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ എന്നറിയാൻ കമൻറ്റ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചിലപ്പോൾ ചിലവർ പറയും ഇതേ വൃത്തികെട്ട സ്വഭാവമാണ്, പക്ഷേ എനിക്കത് നല്ലൊരു സ്വഭാവമായിട്ടാണ് തോന്നിയത്. എനിക്കാരും പറഞ്ഞൊന്നല്ല, ഞാൻ പഠിച്ചപ്പോൾ എവിടെയോ എൻ്റെ ഗുരുനാഥന്മാർ ഇങ്ങനെ മുടികളൊന്നും കളയരുത് എന്നൊക്കെ, നഖങ്ങളും മുടികളൊക്കെ ഒന്നും കളയരുത് അങ്ങനെ പറഞ്ഞൊരറിവ്, എൻ്റെ ഗുരുനാഥന്മാർ പറഞ്ഞ ആ അറിവിൽ ഞാൻ ചെയ്യുന്ന ചെറിയൊരു എന്താ പറയുക, ഒരറിവാണ്. ചെറുതൊന്നല്ല, വലുതായിരിക്കും. നിങ്ങൾ എങ്ങനെ ചെയ്യാറുണ്ടോ? ഇനി ചെയ്യില്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. വൃത്തിയായിട്ട് സൂക്ഷിച്ചതിന് ശേഷം കഴുകി വൃത്തിയായിട്ട് കുഴിച്ചിടണം എന്നൊക്കെയല്ലേ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമല്ലേ മുടി. ഓക്കെ, അസ്സലാമു അലൈക്കും. ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊടുത്ത് കമൻറ്റ് ചെയ്യൂ കേട്ടോ മുത്തുമണികളെ. ഓക്കെ.